പ്രിയകുട്ടികളെ, ഇന്ന് നമ്മൾ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് നമ്മുടെ തേർഡ് യൂണിറ്റ് ആണ് പ്രോബബിലിറ്റി. ആ യൂണിറ്റിലെ പേജ് നമ്പർ 70 വർക്കൗട്ട് ചെയ്തേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്: നമ്പേഴ്സ് ഫ്രം 1 to 25 ആർ റിട്ടൺ ഓൺ പേപ്പർ സ്ലിപ്സ് ആൻഡ് പുട്ട് ഇൻ എ ബോക്സ്. അതിന്റെ അർത്ഥം എന്താണ്? 1 മുതൽ 25 വരെയുള്ള സംഖ്യകൾ പേപ്പർ സ്ലിപ്പുകളിൽ എഴുതി ഒരു ബോക്സിൽ ഇട്ടിരിക്കുന്നു. വൺ സ്ലിപ്പ് ഈസ് ടേക്കൺ ഫ്രം ഇറ്റ്. അതിൽ നിന്ന് കണ്ണടച്ചൊരു സ്ലിപ്പ് എടുക്കണം. Then what is the probability that it is an even number? എങ്കിൽ ആ കണ്ണടച്ചെടുക്കുന്ന പേപ്പർ ഈവൺ നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ 1 മുതൽ 1, 2, 3 ഇങ്ങനെ 25 വരെയുള്ള നമ്പേഴ്സ് പേപ്പർ സ്ലിപ്പുകളിൽ എഴുതിയിട്ടേക്കുവാണ്. ഇതിൽ നിന്ന് കണ്ണടച്ചൊരു പേപ്പർ എടുത്താൽ അത് ഈവൻ നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ഇതിലാകെ എത്ര പേപ്പറാണ് ഉള്ളത്? 25. അപ്പൊ 25ൽ എത്ര ഈവൻ നമ്പേഴ്സ് ഈ ബോക്സിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെ അതിന്റെ ഉത്തരം. 25ൽ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. ഏതൊക്കെയാണ് ഈ ബോക്സിലുള്ള ഈവൻ നമ്പേഴ്സ്? 2 മുതൽ 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, അങ്ങനെ 24 വരെ ഉണ്ട് അല്ലേ? അത് നമുക്ക് വേണമെങ്കിൽ വിരലുകൾ ഉപയോഗിച്ച് എണ്ണി നോക്കാം. 2, 4 അങ്ങനെ എണ്ണി നോക്കാം. എളുപ്പത്തിൽ കാണാൻ പറ്റില്ല. 2 മുതൽ 24 വരെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ടെന്ന് വളരെ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം. ആദ്യം തന്നെ 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട്, 12, 14, 16, 18, 20, 22 and 24. എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കിക്കേ. ഈ ബോക്സിലുള്ള ഈവൻ നമ്പേഴ്സ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 ഈവൻ നമ്പേഴ്സ് ആണുള്ളത്. ഇത് ശരിക്കും എഴുതി നോക്കാതെ തന്നെ കാണാൻ പാടില്ലേ? 2 മുതൽ 24 വരെയുള്ള അല്ലെങ്കിൽ 25 വരെയുള്ള ആ സംഖ്യയുടെ ഇടയ്ക്കുള്ള ഈവൻ നമ്പേഴ്സിന്റെ എണ്ണം കാണാൻ 2 മുതൽ 24 വരെയുള്ള ഈവൻ നമ്പേഴ്സ് അതിന്റെ അകത്തുള്ളൂ. ആ 24 നേരെ പകുതി എടുത്താൽ മതി. 12 പെട്ടെന്ന് ഉത്തരം കിട്ടും. 12 ഈവൻ നമ്പേഴ്സ് ആണ് 1 മുതൽ 25 വരെയുള്ള സംഖ്യയുടെ ഇടയ്ക്ക് ഉള്ളത്. നമുക്ക് അതിന്റെ ഉത്തരം എഴുതി എഴുതാം. ദ പ്രോബബിലിറ്റി ടു ഗെറ്റ് ആൻ ഈവൻ നമ്പർ ഇസ് ഈക്വൽ ടു, എപ്പോഴും പ്രോബബിലിറ്റി കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ബോക്സിലുള്ള ആകെ എണ്ണമാണ് ഡിനോമിനേറ്റർ ആയിട്ട് നമ്മൾ എപ്പോഴും എഴുതുന്നത്. 25, 25. അപ്പൊ ഡിനോമിനേറ്റർ എപ്പോഴും ടോട്ടൽ നമ്പർ ഓഫ് പേപ്പർ ആയിരിക്കും. ആ ബോക്സിലുള്ള സാധനം എന്താണ്? ചിലപ്പോൾ ബീഡ്സ് ആയിരിക്കും, ചിലപ്പോൾ ബോൾസ് ആയിരിക്കും. ഇവിടെ പേപ്പർ സ്ലിപ്സ് ആണ്. എത്ര ഉണ്ട്? 25. അപ്പൊ ടോട്ടൽ ആണ് എപ്പോഴും താഴെ എഴുതുന്നത്. ന്യൂമറേറ്റർ ആയിട്ട് എഴുതേണ്ടത് എന്തിന്റെ എണ്ണത്തിന്റെ പ്രോബബിലിറ്റിയാണ് ചോദിച്ചേക്കുന്നത്? ഈവൺ നമ്പേഴ്സിന്റെ. അപ്പൊ ഈവൺ നമ്പേഴ്സിന്റെ എണ്ണമാണ് ന്യൂമറേറ്റർ ആയിട്ട് എഴുതുന്നത്. അപ്പൊ നമ്പർ ഓഫ് ഈവൺ നമ്പേഴ്സ് ഇൻ ദാറ്റ് ബോക്സ്, നമ്പർ ഓഫ് ഈവൺ നമ്പേഴ്സ് ഇൻ ദാറ്റ് ബോക്സ്, ആ ബോക്സിലുള്ള ഈവൺ നമ്പേഴ്സിന്റെ എണ്ണമാണ് നമ്മൾ എന്തായിട്ട് എഴുതേണ്ടത്? ന്യൂമറേറ്റർ ആയിട്ട് എഴുതുന്നത്. അപ്പൊ ഉത്തരം എന്താവും? ആകെയുള്ള പേപ്പർ സ്ലിപ്സ് എത്രയാണ്? 25 ആണ്. ഇൻ വിച്ച് 12 numbers are, otherwise 12 paper slips are even numbers. Then answer is 12 by 25. 12 by 25. അപ്പൊ നിങ്ങൾക്ക് ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 25 പേപ്പർ സ്ലിപ്പ് ഉള്ള ബോക്സ് ആണ്. അതിൽ നിന്ന് കണ്ണടച്ചൊരു പേപ്പർ എടുത്താൽ അത് ഈവൺ നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. 25 പേപ്പർ സ്ലിപ്പിൽ ഈവൺ നമ്പേഴ്സ് ആയിട്ടുള്ള പേപ്പർ സ്ലിപ്സ് എത്ര എന്ന് എഴുതലാണ് അതിന്റെ ഉത്തരം. അപ്പോൾ 12 by 25 ആണ്. അപ്പൊ ഒരു ചോദ്യമാണ് നിങ്ങൾ ടെക്സ്റ്റിൽ ഇത് ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രം എഴുതിയിട്ടുള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ഉണ്ടാകും. എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ടു ഗെറ്റ് ആൻ ഓഡ് നമ്പർ ഫ്രം ദിസ് ബോക്സ്? ഈ ബോക്സിൽ നിന്ന് ഓഡ് നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും? ഈ 25 പേപ്പറിൽ എത്ര ഓഡ് നമ്പേഴ്സ് ആയിട്ടുള്ള പേപ്പേഴ്സ് എത്ര ഉണ്ടെന്ന് നോക്കിയാൽ മതി. അതിനെ നമുക്ക് എഴുതി നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇതുപോലെ ഈ 25 പേപ്പറിൽ 12 ഈവൺ നമ്പേഴ്സ് ആകുമ്പോൾ ഇനി ബാക്കിയുള്ളതെല്ലാം ഓഡ് നമ്പേഴ്സ് അല്ലേ? അതായത് എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 13. അപ്പൊ 25ൽ 13 കണ്ണടച്ചൊരു പേപ്പർ എടുത്താൽ എന്ത് നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി? ഓഡ് നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ ഞാൻ അത് അടുത്ത ചോദ്യമായിട്ട് ഇതിന്റെ കൂടെ തന്നെ എഴുതി വെക്കാൻ പോവാണ്. ദ പ്രോബബിലിറ്റി ടു ഗെറ്റ് an odd number
the probability to get an odd number. Out of 25, there are 13 odd numbers. 25 പേപ്പർ സ്ലിപ്പിൽ 13 ഓഡ് നമ്പേഴ്സ് ആയതുകൊണ്ട് ഓഡ് നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 13/25. ഇതിൽ നിന്ന് എന്തോരം വെറൈറ്റി ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാകാൻ അറിയാമോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ടു ഗെറ്റ് എ പ്രൈം നമ്പർ? ഇതിൽ നിന്ന് പ്രൈം നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നൊരു ചോദ്യം വന്നിരിക്കട്ടെ. ചോദ്യം ഉണ്ടാകാം, ചോദ്യം വരാൻ സാധ്യതയുണ്ട്. 25 പേപ്പറിൽ ഈ ബോക്സിൽ കിടക്കുന്ന 25 പേപ്പറിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പൊ അത് വേറെ ചോദ്യമായി. മറ്റു ക്വസ്റ്റ്യൻ ഞാൻ പറയട്ടെ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ടു ഗെറ്റ് എ മൾട്ടിപ്പിൾ ഓഫ് 5? ഈ ബോക്സിൽ നിന്ന് 5ന്റെ മൾട്ടിപ്പിൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദ്യം വന്നാൽ അതിനൊരു ഉത്തരവുണ്ട്. ഇതിനകത്ത് 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എത്ര സംഖ്യകളുണ്ട്? 5 ഉണ്ട്, 10 ഉണ്ട്, 15 ഉണ്ട്, 20 ഉണ്ട്, 25 ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? ആലോചിച്ച് നോക്കിയേ. അപ്പൊ അതിനൊരു ഉത്തരവായി. അപ്പൊ അങ്ങനെ 1-2 ചോദ്യങ്ങൾ കൂടി ഞാൻ ഇതിലൂടെ അഡീഷണൽ ആയിട്ട് ചേർക്കുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഈവൻ നമ്പർ അല്ലെങ്കിൽ ഓഡ് നമ്പറിന്റെ പ്രോബബിലിറ്റി മാത്രമായിരിക്കില്ല ചിലപ്പോൾ ചോദിക്കുക. അപ്പോ ഞാൻ ആ ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്താം. ചോദ്യം ഇങ്ങനെയാണ്. ആദ്യം വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ടു ഗെറ്റ് എ പ്രൈം നമ്പർ? ഒരു പ്രൈം നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ദ പ്രോബബിലിറ്റി to get a prime number. ഈ ബോക്സിൽ 25 പേപ്പറുള്ള ഈ ബോക്സിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? Which one is the first prime number? First prime number is 2. അല്ലെ? എന്താ പ്രൈം നമ്പറിന്റെ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു പ്രൈം നമ്പറിന് എക്സാക്ട്ലി 2 ഡിവൈസേഴ്സ് ഉണ്ടാകാൻ പാടുള്ളൂ. അത് 1ഉം ആ നമ്പറും തന്നെയായിരിക്കും. വേറെ ഡിവൈസേഴ്സ് ഉള്ളതൊന്നും പ്രൈം നമ്പേഴ്സ് അല്ല. ആദ്യത്തെ പ്രൈം നമ്പർ 2 ആണ്. അപ്പൊ ഞാൻ പ്രൈം നമ്പേഴ്സ് ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. 2 ഉണ്ട്. 3 പ്രൈം നമ്പറാണ്. കാരണം 3യെ 3 കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 3 പ്രൈം നമ്പറാണ്. നെക്സ്റ്റ് പ്രൈം നമ്പർ 4 പ്രൈം നമ്പർ ആണോ? അല്ല. 4നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 ഡിവൈസേഴ്സ് ഉണ്ട്. അപ്പൊ അത് പ്രൈം നമ്പർ അല്ല. 5 പ്രൈം നമ്പർ അല്ലേ? കാരണം 5ന് 2 ഡിവൈസേഴ്സ് ഉള്ളൂ. ഏതൊക്കെയാ? 1ഉം 5ഉം മാത്രം. അതുകൊണ്ട് 5 പ്രൈം നമ്പർ. ഇനി ഏതാ ഉള്ളത്? 6 ആണോ? അല്ല. അതിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? അപ്പൊ അത് പ്രൈം നമ്പർ അല്ല. പിന്നെയുള്ളത് ഏതാണ്? 7 പ്രൈം നമ്പർ ആണ്. പിന്നെ പലർക്കും തെറ്റിപ്പോകുന്നതാണ്. പെട്ടെന്ന് 9 പ്രൈം നമ്പർ ആണ് എഴുതി. 9 പ്രൈം നമ്പർ ആണോ? അല്ല. കാരണം 9നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 9 പ്രൈം നമ്പർ അല്ല. പിന്നെ ഏതാ ഉള്ളത്? 11 പ്രൈം നമ്പർ ആണ്, 13 പ്രൈം നമ്പർ ആണ്. പിന്നെ ഏതാ? 15 പ്രൈം നമ്പർ ആണോ? അല്ല. പലരും 15 പ്രൈം നമ്പർ ആണെന്ന് തെറ്റിദ്ധരിക്കും. 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 15 പ്രൈം നമ്പർ അല്ല. പിന്നെയുള്ള പ്രൈം നമ്പർ 17 ആണ്. പിന്നെ ഏതാ ഉള്ളത്? 19 ആണ്. പിന്നെ ഏതാ ഉള്ളത്? 23 ആണ്. 21 ഒന്നും പ്രൈം നമ്പർ അല്ല. കാരണം അതിന് 7 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇത്രയും പ്രൈം നമ്പേഴ്സ് ആണ് ഈ ബോക്സിലുള്ളത്. എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9. എത്ര ഉള്ളത്? 1 2 3 4 5 6 7 8 9. 9 പ്രൈം നമ്പേഴ്സ് ആണുള്ളത്. അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്താണ്? 9/25. ഈ ബോക്സിൽ നിന്ന് നമ്മൾ കണ്ണടച്ച് ഒരു പേപ്പർ എടുത്താൽ അത് പ്രൈം നമ്പർ ആകാനുള്ള പ്രോബബിലിറ്റി ആകെ 25 ഫ്ലിപ്പില് 9 എണ്ണം മാത്രമേ പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് 9/25 ആണ് അതിന്റെ ആൻസർ. ഇനി ഞാൻ ആദ്യം ചോദിച്ച പോലെ എത്ര ചോദ്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ഒത്തിരി ചോദ്യങ്ങൾ ഇതിൽ നിന്നുണ്ടാകാം. ഞാൻ മുന്നേ ചോദിച്ചൊരു ചോദ്യമാണ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ടു ഗെറ്റ് എ മൾട്ടിപ്പിൾ ഓഫ് 5? 5ന്റെ മൾട്ടിപ്പിൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി അത് നിങ്ങളൊന്ന് എഴുതി വെക്കും. നിങ്ങൾ അതിന്റെ താഴെ എഴുതി വെക്കും. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ടു ഗെറ്റ് എ മൾട്ടിപ്പിൾ ഓഫ് 5? 5ന്റെ മൾട്ടിപ്പിൾ 25 പേപ്പറിൽ എത്ര എണ്ണം ഉണ്ട്? 5 ഉണ്ട്, 10 ഉണ്ട്, 15 ഉണ്ട്, 20 ഉണ്ട്, 25 ഉണ്ട്. 5 എണ്ണം ഉണ്ട്. അപ്പൊ 5/25 എന്ന് എഴുതാം അല്ലെ? അത് നിങ്ങൾ എഴുതി വെക്കണം. ദ പ്രോബബിലിറ്റി ടു ഗെറ്റ് എ മൾട്ടിപ്പിൾ ഓഫ് 5. അതിനെ സിംപ്ലിഫൈ ചെയ്യണം. ഇതിനൊന്നും സിംപ്ലിഫൈ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. 9 25 കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ ഫൈനൽ ആൻസർ. പക്ഷെ 5/25 എന്ന് എഴുതുമ്പോൾ അതിനെ നമുക്ക് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. 1/5 എന്ന് ഫൈനൽ ആൻസർ ആയിട്ട് എഴുതണം. ഫ്രാക്ഷൻ എപ്പോഴും സിംപ്ലിഫൈഡ് ഫോമിലെ എഴുതാൻ പാടുള്ളൂ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് വേണമെങ്കിൽ ചോദിക്കാം. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ? ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാനുള്ള പ്രോബബിലിറ്റി. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് കാണാൻ പറ്റുന്ന സംഖ്യകൾ. ഈ ബോക്സിൽ റൂട്ട് കാണാൻ പറ്റുന്ന സംഖ്യകൾ എത്ര ഉണ്ട്? കൃത്യമായിട്ട് റൂട്ട് കിട്ടുന്നത് എത്ര ഉണ്ട്? 4 ഉണ്ട്, 1 ഉണ്ട് അല്ലെ? 1 ഉണ്ട്, 4 ഉണ്ട്, 9 ഉണ്ട്, 3 16 ഉണ്ട്,
25. അതിന്റെ ഉത്തരം എത്ര തന്നെയാണ്? ഔട്ട് ഓഫ് 25 there are 5 perfect squares. 5/25 അതിന്റെ ആൻസർ. അപ്പൊ ആ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ അഡീഷണൽ ആയിട്ട് എഴുതി ചേർക്കണം. ഏതൊക്കെയത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ടു ഗെറ്റ് എ മൾട്ടിപ്പിൾ ഓഫ് 5? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ? ആ ചോദ്യങ്ങൾ കൂടി നിങ്ങൾ ഇതിലൂടെ ആഡ് ചെയ്യുക. അപ്പൊ ഇത്രയാണ് ഈ ഭാഗത്തുനിന്ന് ഈ ഒരു ചോദ്യമായിട്ട് ഞാൻ കണക്ട് ചെയ്ത് എഴുതുന്ന ചോദ്യങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് എക്സർസൈസിലെ പേജ് നമ്പർ 71 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ എക്സർസൈസിൽ ആകെ ഉള്ളത് 5 ചോദ്യങ്ങളാണ്. എല്ലാം ഈസിയാണ്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ എല്ലാ ചോദ്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്കിലും നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നിവിടെ നോക്കാൻ പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ ബോക്സ് കണ്ടെയ്ൻസ് 6 ബ്ലാക്ക് ആൻഡ് 4 വൈറ്റ് ബോൾസ്. ഒരു ബോക്സിൽ 6 ബ്ലാക്ക് ബോളും 4 വൈറ്റ് ബോളും ഉണ്ട് അല്ലെ? ഇഫ് എ ബോൾ ഈസ് ടേക്കൺ ഫ്രം ഇറ്റ്, അതിൽ നിന്നൊരു ബോൾ എടുത്താൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് ബ്ലാക്ക്? അത് ബ്ലാക്ക് ബോൾ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബീയിങ് വൈറ്റ്? ആ ബോൾ വൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? നമുക്ക് ആ ബോക്സിന്റെ ഒരവസ്ഥ എന്താണെന്ന് നോക്കാം. ബോക്സ് ഇങ്ങനെയാണ്. ആ ബോക്സിൽ 6 ബ്ലാക്ക് ബോൾസ് അല്ലെ? 6 ബ്ലാക്ക് ബോൾസ്. ദെൻ ഇറ്റ് കണ്ടെയ്ൻസ് 4 വൈറ്റ് ബോൾസ്. 4 വൈറ്റ് ബോളുകൾ. ഇതിൽ ആദ്യത്തെ ചോദ്യം എന്ത് സിമ്പിൾ ആണ് നോക്കി. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് ബ്ലാക്ക്? ഇതിലാകെ എത്ര ബോൾ ഉണ്ട്? 6 + 4 10 ബോൾസ് ഉണ്ട് അല്ലെ? അതിൽ നിന്ന് വൈറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാ? ഈ 10ൽ എത്ര വൈറ്റ് ബോൾ ഉണ്ട്? 6. അപ്പൊ 10ൽ 6 ആണ്. 6/10. സോറി, ബ്ലാക്ക് ബോൾ കിട്ടാം. ബ്ലാക്ക് ബോൾ എത്ര ബ്ലാക്ക് ബോൾ ഉണ്ട്? 6 ഉണ്ട്. അപ്പൊ 10ൽ 6 ആണ് ഈ ബോക്സിൽ നിന്ന് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി. അങ്ങനെയാണ് വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാ? ആകെ 10 ബോൾ ഉണ്ട്. അതിൽ 4 എണ്ണമാണ് വൈറ്റ്. 4/10 ആണ്. അപ്പൊ രണ്ടു ഉത്തരവ് വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. നമുക്ക് അന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ, ദ പ്രോബബിലിറ്റി ടു ഗെറ്റ് എ ബ്ലാക്ക് ബോൾ. ആകെയുള്ള ബോളുകളുടെ എണ്ണം ഡിനോമിനേറ്റർ എഴുതുക ടോട്ടൽ. ബ്ലാക്ക് ബോൾസിനാണ് മേലെ എഴുതുന്ന നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ്. ബ്ലാക്ക് ബോൾസ് ന്യൂമറേറ്റർ എഴുതുക. ടോട്ടൽ എത്രയുണ്ട്? 6 + 4 10. ബ്ലാക്ക് ബോളിന്റെ എത്ര? 6/10. പക്ഷെ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം അല്ലെ? 6/10നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഇങ്ങനെ കിട്ടും. 6/10 ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 6/2 3. 10/2 എത്ര കിട്ടുക? 5. എത്ര കിട്ടുക? 5. 3/5 ആണ് ഈ ബോക്സിൽ നിന്ന് കണ്ണടച്ചൊരു ബോൾ എടുത്താൽ അത് ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബീയിങ് വൈറ്റ്? അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം ആദ്യം തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദ പ്രോബബിലിറ്റി ടു ഗെറ്റ് എ വൈറ്റ് ബോൾ. വീണ്ടും ആകെ ബോളുകളുടെ എണ്ണം എത്രയാണ്? 10 ആണ്. അതിൽ വൈറ്റ് ബോൾസിന്റെ എണ്ണം എത്രയാണ്? 4 ആണ്. 4/10 ആണ് അതിന്റെ ആൻസർ. പക്ഷെ ഇതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 4/10നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടും നോക്കി. 4/2 എത്രയാ? 2. 10/2 എത്രയാ? 5. അങ്ങനെ ഫൈനൽ ആൻസർ എന്ത് കിട്ടും? 2/5 കിട്ടും. അങ്ങനെ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നന്നായിട്ട് ഇത് എഴുതിയെടുക്കുക. ബുക്കിലോട്ട് ഈ നോട്ട് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ ആ ബാക്കിയുള്ള ചോദ്യങ്ങളൊന്ന് നോക്കി വെക്കുക. എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.